അങ്ങനെ നമ്മുടെ UN-നെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന സ്പെഷ്യലൈസ്ഡ് ഏജൻസീസാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയും, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ UNESCO, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചൈൽഡ്സ് എമർജൻസി ഫണ്ട് UNICEF ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. അപ്പോൾ ഇതൊക്കെ എന്താണ് UN-നെ അസിസ്റ്റ് അല്ലെങ്കിൽ UN-നെ ഈ പറയുന്ന എല്ലാ എയിംസും നടത്തുന്നതിന് വേണ്ടി UN-നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസീസാണ്. ഇനി അടുത്ത റോൾ ഓഫ് UN Secretariat. The Secretariat is the principal organ of the United Nations. The Secretary General heads the Secretariat as the chief administrative officer of the organization. The Secretary General is appointed by the General Assembly upon the recommendation of the Security Council. അത് UN-ൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഓർഗനാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് സെക്രട്ടറി ജനറൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ജനറൽ അസംബ്ലിയാണ്. അതായത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ജനറൽ അസംബ്ലിയാണ് സെക്രട്ടറി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The Secretariat provides services to other principal organs and carries out the work mentored by them. The Secretariat is organized in departments and offices according to the changing needs of the organization. അതായത് ഈ സെക്രട്ടേറിയറ്റാണ് മറ്റ് പ്രിൻസിപ്പൽ ഓർഗൻസിനും ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ സെക്രട്ടേറിയറ്റിനായിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു ദ നീഡ്സ് അനുസരിച്ചിട്ട് സെക്രട്ടേറിയറ്റിനായിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Staff regulations are established by the General Assembly and promulgated by the Secretary General. Each year, the Secretary General issues a report on the work of United Nations that appraises its activities and outlines future priorities. The Secretary General is also chairman of the United Nations System, chief executive boards of commission, which brings together the executive heads of all UN funds, programs and specialized agencies twice a year in order to further coordination and cooperation in the entire range of substantive and management issues facing the United Nations System. പിന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻ സിസ്റ്റമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് കോർഡിനേഷൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ തന്നെയായിരിക്കും. അദ്ദേഹം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതായത് വർഷത്തിൽ 2 തവണ ഇതുപോലുള്ള പ്രോഗ്രാംസ് കൂടും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ UN നേരിടുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് വർഷത്തിൽ 2 തവണയായിരിക്കും അതിൽ മീറ്റിംഗ്സ് കൂടുക. One of the most vital roles played by the Secretary General is the use of his good official steps taken publicly and in private, drawing upon his independence, impartiality and integrity to prevent international disputes from arising, escalating or spreading. Each Secretary General also defines his role within the context of his particular time in office. ഇനി അടുത്ത അതിൻ്റെ പല കാര്യങ്ങൾ പറയുവാണ്. അഡ്മിനിസ്ട്രേറ്റീവ്, ഹ്യൂമൻ റിസോഴ്സ്, പീസ് കീപ്പിംഗ്, മീഡിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ. അതിൽ ഫസ്റ്റ് ഉള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. The Secretary General oversees the UN Secretariat, which handles UN operations including research, translation and media relations. The Secretariat, the UN Executive Office, has the office to close to 9,000 people from about 170 different countries. അതായത് അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യം പറയുകയാണ്. മീൻസ് സെക്രട്ടേറിയറ്റ് ജനറൽസിൻ്റെ നമുക്ക് പല കാര്യത്തിൽ അവരുടെ റോൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ്, ഹ്യൂമൻ റിസോഴ്സ്, പീസ് കീപ്പിംഗ്, മീഡിയേഷൻ, അതിനകത്തൊക്കെ ഈ സെക്രട്ടറി ജനറൽ ഇടപെടാറുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇനി അടുത്തത് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ is the one of the 6 main organ of the United Nations, Article 17 Charter of the UN. The main task of ECOSOC is to promote economic and social development. The promotion of human rights is of significant importance in this, according to Article 62 of the UN Charter and mandate compasses. അതായത് നമ്മുടെ UN-ൻ്റെ 6th പൊസിഷനിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഓർഗൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇക്കണോമിക്സ്, സോഷ്യൽ അഫയേഴ്സ്, കൾച്ചറൽ, ഹെൽത്ത് ആൻഡ് റിലേറ്റഡ് ടോപ്പിക് ആസ് വെൽ ആസ് ഡ്രാഫ്റ്റിംഗ് ഓർ ഇനീഷ്യേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ദ ICOSCO has delivered recommendation on any of these issues to the General Assembly. The member states of the UN or specialized agencies of UN have the recommendation that aim at promoting human rights and basic freedom of all, the possibility to convey international conferences. പിന്നെന്താ
ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക, സോഷ്യൽ അഫയേഴ്സ്, കൾച്ചറൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ബേസിക് ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എയിം. പിന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ വെക്കാൻ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. The ECOSOC is composed of 54 members that are elected according to the General Assembly's regional key. 14 representatives from African countries, 11 from Asian countries, 6 from Eastern European countries, 10 from Latin American and Caribbean countries, and 13 from Western European and other states. അപ്പോൾ അതിനകത്ത് ആകെ 54 മെമ്പേഴ്സാണുള്ളത്. പല പല രാജ്യത്തു നിന്നുമുള്ള 54 മെമ്പേഴ്സാണ് അതിനകത്തുള്ളത്. എവറി ഇയർ 80 മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ഫോർ എ 3-year പീരീഡ്. ഓരോ വർഷവും 3 വർഷത്തെ കാലാവധി വെച്ചിട്ട് 18 മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ഷൻസ് ആർ പോസിബിൾ. ഇലക്ഷൻസ് ഒക്കെ പോസിബിളാണ്. ദ ഇക്കോസോക് മീറ്റ്സ് വൺസ് ആൻ ഇയർ ഇൻ ജൂലൈ, ഓൾട്ടർനേറ്റിംഗ് ബിറ്റ്വീൻ ന്യൂയോർക്ക് ആൻഡ് ജനീവ. അപ്പോൾ ഇതിൻ്റെ മീറ്റിംഗ് വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ന്യൂയോർക്ക്, ഈ വർഷം ന്യൂയോർക്കിലാണെങ്കിൽ നെക്സ്റ്റ് ഇയർ ജനീവ, ഇവിടെ രണ്ടിടത്തുമായിരിക്കും നടക്കുക. ഇറ്റ് ഹാസ് കമ്മിറ്റീസ്, പാനൽസ് ആൻഡ് കമ്മീഷൻസ് ടു അസിസ്റ്റ് ഇറ്റ്സ് വർക്ക്. അതിൻ്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റീസും പാനൽസും കമ്മീഷൻസും ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. The United Nations Commission on Human Rights was the functional commission within the overall framework of the United Nations from 1946 until it was replaced by the United Nations Human Rights Council in 2006. It was a subsidiary body of the UN Economic and Social Council and was also assisted its work by the office by the United Nations High Commissions for Human Rights. It was UN's principal mechanism and international forum concerned with the promotion and the protection of human rights. അതായത് എന്താ പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ യുഎന്നിൻ്റെ ഒരു ഫ്രെയിം വർക്കായിട്ട് പറയാൻ പറ്റും. 1946 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ യുഎന്നിൻ്റെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിൻ്റെ ഒരു സബ്സിഡറി ബോഡിയാണ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻ ഹയർ കമ്മീഷൻ്റെ ഉള്ള ഓഫീസ് ചെയ്യുന്ന എല്ലാ വർക്കുകളും ഇത് അസിസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. The UN Security Council deals with the grave human rights violation and often in conflict areas. The UN Charter gives the Security Council the authority to investigate and mediate, dispatch a commission, appoint special envoys or request the Secretary General to use his good office. The Security Council may issue a ceasefire directive and dispatch military observers for or the peacekeeping force. It does not work, and Security Council can opt for enforcement measures such as economic sanctions, arms embargoes, financial penalties and restriction, travel bans and surveillance of diplomatic relations and border or even collective military actions. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇതെന്ന് വെച്ചാൽ വഴക്കൊക്കെ ഉണ്ടാകുന്ന ഇൻ്റർനാഷണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ എല്ലാം ഈ വയലേഷനെല്ലാം അവസാനിപ്പിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ UN ചാർട്ടർ സെക്യൂരിറ്റി കൗൺസിലിങ്ങിന് കുറച്ച് അതോറിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതായത് സെക്രട്ടറി ജനറലിൻ്റെ റിക്വസ്റ്റ് പരിഹരിക്കുക, അതുപോലെ തന്നെ സ്പെഷ്യൽ എൻവോയ്സും എല്ലാം വേണമെങ്കിൽ അതിനെ അപ്പോയിൻറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി കൗൺസിലിന് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പീസ് കീപ്പിംഗ് ഫോഴ്സ്, മിലിറ്ററി ഒബ്സർവേഴ്സിന് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒബ്സർവ് ചെയ്യുവാനായിട്ടും പറ്റുന്നുണ്ട്. ഇനി അടുത്തത് കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ. ദ കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈസ് ദ ബോഡി ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്ട് ദാറ്റ് മോണിറ്റർഡ് implementation of the conventions on the elimination of all forms of racial discrimination by its state parties. All state parties are obliged to submit report regular to the committee on how the rights are being implemented. States must report initially one year after acceding to the convention and then every 2 years. The committee examines each report and addresses in concerns and recommendation to the state party in the form of concluding observations. അതായത് എന്താ പറയുന്നത്, നമ്മൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റിനെ രൂപീകരിച്ചു. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യുഎന്നിൻ്റെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തുടങ്ങിയൊരു ഇതായിരുന്നു. എല്ലാ പാർട്ടീസിലും ഉള്ള അതായത് നമ്മുടെ ഈ പറയുന്ന പല കാര്യങ്ങളെ കൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിൽക്കുമല്ലോ, അപ്പോൾ അതിനെ എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയൊരു സംഭവമായിരുന്നു. അപ്പം ആദ്യമൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ സ്റ്റേറ്റിനും റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. പിന്നീട് അത് 2 വർഷം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ഈ കമ്മിറ്റി ആ റിപ്പോർട്ടിനെല്ലാം എന്താ പറയുന്നത് നോക്കിയിട്ട് അതിനെപ്പറ്റി നല്ലോണം സ്റ്റഡി ചെയ്തിട്ട് കൺക്ലൂഡിങ് ഒബ്സർവേഷൻസ് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഇനി അടുത്തത് കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൻ.
The Committee on the Elimination of Discrimination Against Women is a body of independent experts that monitored implementation of the Convention on the Elimination of All Forms of Discrimination Against Women. CEDAW committee consists of 23 experts on women rights from around the world. അപ്പം പിന്നെ അടുത്തൊരു കമ്മിറ്റി ആയിരുന്നു എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൺ, CEDAW എന്ന് പറയും. അതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയായിരുന്നു. അതായത് വുമണിനെതിരെ നടക്കുന്ന ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ ലോകത്തിൻ്റെ പല സൈഡിൽ നിന്നും 23 എക്സ്പേർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹ്യൂമൻ റൈറ്റ്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള 23 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കൺട്രീസ് ഹു ഹാവ് ബിക്കം പാർട്ടി ടു ട്രീറ്റ് ദ ഒബ്ലൈഗ് ടു സബ്മിറ്റ് റെഗുലർ റിപ്പോർട്ട്സ് ടു ദ കമ്മിറ്റി ആൻഡ് ഹൗ ടു റൈറ്റ്സ് ഓഫ് ദ കൺവെൻഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ്. ഡ്യൂറിംഗ് ദിസ് സെക്ഷൻ ദ കമ്മിറ്റി കൺസിഡർഡ് ഈച്ച് സ്റ്റേറ്റ് പാർട്ടി റിപ്പോർട്ട് ആൻഡ് അഡ്രസ്സസ് ഇറ്റ്സ് കൺസേൺസ് ആൻഡ് റെക്കമെൻഡേഷൻ ടു ദ സ്റ്റേറ്റ് പാർട്ടി ഇൻ ദ ഫോം ഓഫ് കൺക്ലൂഡിംഗ് ഒബ്സർവേഷൻസ്. എന്നിട്ടും ഇതും അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റേറ്റ് പാർട്ടീസിനും അതായത് സ്റ്റേറ്റിൽ നടക്കുന്ന റിപ്പോർട്ട്സ് കൊടുക്കണമായിരുന്നു. റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കമ്മിറ്റി ഫുള്ള് സ്റ്റഡി ചെയ്തിട്ട് കൺക്ലൂഡിംഗ് ഒബ്സർവേഷൻസ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഓരോരോ സ്റ്റേറ്റ് പാർട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി അടുത്ത ദ കമ്മിറ്റി ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. The Committee on Economic, Social and Cultural Rights is a body of independent experts that monitored the implementation of the International Convention of Economic, Social and Cultural Rights by its state parties. The committee was established to carry out the monitoring functions assigned to the UN Economic and Social Council in Part 4 of the Convention. ഇതും നമ്മുടെ സോഷ്യൽ എക്കണോമിക് കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നടന്ന കമ്മിറ്റിയും ഇതുപോലെ തന്നെ അതിന് ബാക്കിയുള്ള കമ്മിറ്റി പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു. അതിലും എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. All state parties are obliged to submit regular reports to the committee on how the rights are being implemented. State must report initially within 2 years of the accepting the convention and thereby after 5 years. Committee examines each report and addresses its concerns and recommendation to the state party in the form of concluding observations. അപ്പം ഇതിനകത്തും സ്റ്റേറ്റ് പാർട്ടീസിനെല്ലാം റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. അപ്പം ആദ്യമൊക്കെ 2 വർഷം കൂടുമ്പം റിപ്പോർട്ട്സ് കൊടുക്കണമായിരുന്നു. പിന്നീട് 5 വർഷം കൂടുമ്പം കൊടുത്താൽ മതി. അപ്പം കമ്മിറ്റി ഇതിനെ ഫുൾ സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്തിട്ട് കൺക്ലൂഡിങ് ഒബ്സർവേഷൻസ് ആയിട്ട് റെക്കമെൻഡേഷനൊക്കെ സ്റ്റേറ്റ് പാർട്ടീസിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇൻ അഡീഷൻ ടു റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ, ദ optional protocol to the International Convention on Economic, Social and Cultural Rights, which entered in force on 5th May 2013, provides the committee appears to receive and consider communication from individuals claiming that their rights under the convention have been violated. The committee may also, under certain circumstances, undertake inquiries to grave or systematic violations of any of the economic, social and cultural rights set forth in the Covenant and consider interstate complaints. പിന്നെ ഈ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ മാത്രം അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സോഷ്യൽ എക്കണോമിക് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും ഒക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി. ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഇതിനകത്തും എല്ലാം റെഗുലർ റിപ്പോർട്ട്സ് കൊടുക്കണമായിരുന്നു. എന്നിട്ട് അവസാനം ഇനീഷ്യലി 1 ഇയർ ആയിരുന്നു. പിന്നീട് 4 വർഷം കൂടുമ്പം കൊടുത്താൽ മതിയായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിക്കകത്തും. അതിനുശേഷം ആ കമ്മിറ്റി ഫുൾ റിപ്പോർട്ട് പരിശോധിച്ച് അത് സ്റ്റഡി ചെയ്തിട്ട് കൺക്ലൂഡിങ് ഒബ്സർവേഷൻസ് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. ബാക്കി വരുന്ന കമ്മിറ്റി പോലെ തന്നെ വന്നിരുന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്രിട്ടിക്കൽ അപ്രിസൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റെഗീമെ. അത് ഇമ്പോർട്ടൻ്റ് അല്ല, അത് വേണ്ട. പിന്നെ വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഇതിനകത്ത് ഫുള്ള് റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓരോന്നിലും വന്നിരിക്കുന്ന റൈറ്റ്സൊക്കെ അത് നോക്കാം. അതായത് ഹ്യൂമൻ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ പേഴ്സ്പെക്റ്റീവ്. റൈറ്റ്സ് ഇൻ The Human Rights Protection Act came into force in 1993. It ensures the human rights and provides for the formation of national and state human rights commission and courts. It defines the human rights as those rights which have constitution can ensure, or courts that can put into practice in accordance with international conventions for the equal recognition of the individuals and their dignity and for their right to live and enjoy freedoms. അറിയാലോ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ വരുന്നത് 1993 അതിൽ നമുക്ക് മെയിനായിട്ടും ഒരുപാട് റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അടുത്ത ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊന്നും വേണ്ട. ഹ്യൂമൻ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
അത് വേണ്ട. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദർ ആർ 6 സെറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അറിയാമല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3യിലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുക. 6 സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. ദീസ് റൈറ്റ്സ് പ്രൊഹിബിറ്റ് സ്റ്റേറ്റ് ഇൻ്റർഫറൻസ് ഇൻ ദ ലിബർട്ടി ഓഫ് ദ പീപ്പിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് റൈറ്റ്സ്. ദേ ആർ സബ്ജക്ട് ടു സർട്ടൺ ലിമിറ്റേഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള റൈറ്റ് അല്ല, അവിടെയും ചില ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ട്. അവ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലിബർട്ടിയും സോഷ്യൽ ഇൻട്രസ്റ്റും കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദ 6 സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ, നമ്മുടെ 6 സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 to 18 വരെ പറയുന്ന റൈറ്റ്സ് ആണ് റൈറ്റ് ടു ഇക്വാലിറ്റി. നമ്മുടെ 6 സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ ആർട്ടിക്കിൾ 14 to 18 വരെ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ടു എവറി പേഴ്സൺ, അത് എല്ലാ ആളുകൾക്കും ഈക്വൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 14 പറയുന്നു പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 15 പറയുന്നു, അതായത് റേസ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ്റെ ബേസിലൊന്നും തന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എൻവയോൺമെൻറ്റ്. പബ്ലിക് എൻവയോൺമെൻറ്റ്, അതായത് പബ്ലിക്കായിട്ടുള്ള എല്ലാ ജോലി സ്ഥലത്തും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ആർട്ടിക്കിൾ 16 അബോലിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിയുടെ അബോലിഷൻ ഓഫ് ടൈറ്റിൽസ്. ആർട്ടിക്കിൾ 18 ടൈറ്റിൽസും നമുക്ക് വെക്കാനായിട്ട് പാടില്ല. മീൻസ് ഓരോ ജാതിയുടെയൊക്കെ ബേസിൽ ഓരോരുത്തർക്ക് ഓരോ ടൈറ്റിൽ കൊടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന റൈറ്റ്സ്, ആർട്ടിക്കിൾ 14 to 18 വരെ. അടുത്താണ് റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾസ് 19 to 22. പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൺ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച്, ആർട്ടിക്കിൾ 19. അതായത് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ചിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 ആണ് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഇൻ ദ റെസ്പെക്ട് ഓഫ് കൺവെൻഷൻസ് ഓഫ് ഓഫൻസസ്. അപ്പോൾ എന്തെങ്കിലും ഒഫൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് വരുന്നതാണ് ആർട്ടിക്കിൾ 20. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് വേണ്ടുന്ന അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പറയുന്നു. പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ആർട്ടിക്കിൾ 21A. അത് അമെൻമെൻറ്റ് ചെയ്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്, അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്. അഞ്ചാമത്തെ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അതായത് നമുക്ക് അറസ്റ്റ് പെട്ടെന്ന് ഉണ്ടാകുന്ന അറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാനുള്ള അവകാശം, അതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇനി അടുത്ത പാർട്ടാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾ 23 and 24. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ് ലേബർ, ആർട്ടിക്കിൾ 23. നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഒരുപാട് പണിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ട്, അതാണ് ആർട്ടിക്കിൾ 23. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, അതായത് ഫാക്ടറീസിലൊക്കെ ചിൽഡ്രൻസിനെ യൂസ് ചെയ്തിട്ട് പണി ചെയ്യിപ്പിക്കുവാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുന്ന റൈറ്റ് പറയുന്നത് ആർട്ടിക്കിൾ 24 ആണ്. ഇനി അടുത്ത റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25 to 28. ഫ്രീഡം ഓഫ് കൺസെൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25. പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ആർട്ടിക്കിൾ 25. പിന്നെ ഫ്രീഡം ഓഫ് മാനേജ് റിലീജിയസ് അഫയേഴ്സ്, നമ്മുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ആ മതത്തിനെ സംരക്ഷിക്കാനുള്ള അവകാശമൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾസ് 25 to 28. പിന്നെ ഫ്രീഡം ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ, അതായത് നമ്മൾ റിലീജിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ടാക്സ് ഒക്കെ പേ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഫ്രീഡം ആസ് ടു അസിസ്റ്റൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് വർക്ക്ഷിപ്പ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അതിനെ ബേസ് ചെയ്ത് മീൻസ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് 29 and 23. കൾച്ചറൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ആർട്ടിക്കിൾ 29. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്, അതായത് മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കും ഇഷ്ടമുള്ള എഡ്യൂക്കേഷൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനായിട്ടും പറ്റും. ആ 2 റൈറ്റ്സാണ് ആർട്ടിക്കിൾ 29 and 30 തരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തരുന്ന എന്താ പറയുന്നത് സെറ്റ് ഓഫ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ ഇത്ര തൊട്ട് ഇത്ര വരെ ഓരോരോ സെറ്റുകളായിട്ട് വെച്ചിരിക്കുകയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. ദ റൈറ്റ് ടു മൂവ് the supremacy court freely of enforcement of fundamental rights is itself the fundamental right. According to Dr. B.R. Ambedkar, the chairman of the drafting committee of the Constitution, Article 32 is the most important article in the Constitution. Right to move the High Court directly for enforcing the fundamental rights and for any other purpose is a constitutional right granted by Article 226. അതായത്
നമ്മുടെ ആർട്ടിക്കിൾ 23 നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 പറയുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 32 ആയിരുന്നു. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിഷേധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോർട്ടിൽ മൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് തരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 226. ഇനിയും റൈറ്റ് ഫോർ ചിൽഡ്രൻ ആൻഡ് വുമൺ ഇൻ ദ ഹ്യൂമൻ റൈറ്റ് സെൻസ് ദ സർട്ടൺ പോപ്പുലേഷൻ ഗ്രൂപ്പ്സ് ലൈക്ക് ചിൽഡ്രൻ ആൻഡ് വുമൺ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഹു ആർ ഫേസിംഗ് ഇൻ ഡിഫെൻഡിങ് ദംസെൽസ് ആൻഡ് ആർ വീക്ക് ആൻഡ് vulnerable to abuse human rights therefore deserve the special protection and treatment, so they require additional protection for equal and effective enjoyment of their human rights. അതായത് നമ്മുടെ ചിൽഡ്രൻസിനും അതുപോലെ തന്നെ വുമൻസ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഒക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് പല ഹ്യൂമൻ റൈറ്റ്സും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാകും, പക്ഷേ അവർക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ദ ഫുൾ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ബൈ വുമൻ ഇൻ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിനാരിയോസ് ആർ എസെൻഷ്യൽ ഫോർ ദ international as well as national development. The UN is committed to the principle of equality of men and women. The Universal Declaration of Human Rights recognizes the equal rights of men and women. Discrimination in the enjoyment of civil, political, economic, social and cultural rights on the basis of sex has been prohibited under the International Convention on Civil and Political Rights and International Convention of Economic, Social and Cultural Rights. UN have made significant progress in advancing gender equality. A number of declarations and conventions on various facts of women's rights and children's rights were adopted under the auspices of the UN for eradication of gender discrimination. UN has prescribed common minimum standard to adopt by member countries. UN Decade of Women 1976 to 1985 was another major program undertaken by UN. UN Women is the United Nations organization dedicated to gender equality and empowerment of women. പിന്നെ UN ചെയ്തു കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാണ് പല പല ഡിസ്ക്രിമിനേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഫോർ വുമൺ, നമ്മുടെ വുമൻസിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? ഇക്വാലിറ്റി ബിഫോർ ലോക്ക് മുന്നിൽ ഒരുപോലെയാണ്. ദ സ്റ്റേറ്റ് നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് എനി സിറ്റിസൺസ് ഓൺ ഗ്രൗണ്ട് ഓൺ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് എനി ഓഫ് ദം. ആർട്ടിക്കിൾ 15. The state to make any special provisions in favor of women and children, equality of opportunity for all citizens in matter relating to employment and appoint to any office under the state to direct its policy towards securing for men and women equality and right to adequate means of livelihood. അതായത് മെന്നിനും വുമണും ഈക്വൽ ആയിട്ടുള്ള സംരക്ഷണം കിട്ടണം, അതുവഴി നമുക്ക് ശരിയായ രീതിയിൽ ജീവിക്കാനും സാധിക്കണം. പിന്നെ എല്ലാ സിറ്റിസൺസിനും എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ സെയിം ആണ്, നമുക്ക് മെൻ വുമൺ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷനൊന്നും പാടില്ല. അതൊക്കെ നമുക്ക് വുമൻസിന് തരുന്ന ഒരു ഇതാണ്. പിന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ, അതായത് തുല്യവേതനം ആണായാലും പെണ്ണായാലും ഈക്വൽ വർക്കിന് ഈക്വൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുക. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്സ്, ജസ്റ്റിസ് ആണെങ്കിൽ പോലും ഈക്വലായിട്ട് കിട്ടുക. പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്, അതുപോലെ തന്നെ നമുക്ക് വർക്കിലും കുറച്ച് എന്താ പറയുക പരിഗണനകളൊക്കെ കൊടുക്കുക. ഇപ്പം വുമൻസ് ആണ്, അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് ഒരു പരിഗണന കൊടുക്കുക. അതുപോലെ തന്നെ മെറ്റേണിറ്റി റിലീഫ് അറിയാമല്ലോ, മെറ്റേണിറ്റി റിലീഫൊക്കെ കൊടുക്കുക. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെഗ്നോട്ടിക് ടു ഡിഗ്നിറ്റി ഓഫ് വുമൺ. അതായത് നമ്മുടെ വുമണിൻ്റെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ആളുകളും എന്താ പറയുക ആ ഒരു രീതിയിൽ നമ്മൾ വുമണിനെ കൺസിഡർ ചെയ്യുക. ദ 73rd and 74th Constitution Amendment in effected in 1992 reserving seats for women in പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ഇപ്പം നമ്മുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിനുമൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകം പരിഗണനയുണ്ട്, മീൻസ് അവർക്കൊരു സീറ്റ് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ 73-74 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിലാണ് അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടിയത്. പക്ഷേ അതിന് മുന്നേ വരെയും നമ്മുടെ വുമൻസിന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാനോ ഒന്നും പാടില്ലായിരുന്നു. അപ്പോൾ ആണുങ്ങൾ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം അമെൻമെൻറ്റ് വന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. ഇനിയും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ, അതായത് നോക്കിയാൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഇഷ്യൂസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഡിസബിലിറ്റി, ഫീമെയിൽ ഫീറ്റോസൈഡ്, ഇൻഫൻറ്റിസൈഡ്, ഡൊമസ്റ്റിക് വയലേഷൻ, ചൈൽഡ് ക്രാക്കിംഗ്, ചൈൽഡ് സാക്രിഫൈസ്, കോർപ്പറേഷൻ പണിഷ്മെൻറ്റ് ഇൻ സ്കൂൾസ്,
അങ്ങനെ HIV ഇങ്ങനെയുള്ള കാര്യം 4 ബ്രോഡ് അങ്ങനെ കുറേ ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നുള്ളതാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. പിന്നെ എന്താ, ദ 4 ബ്രോഡ് റൈറ്റ്സ് ഡിഫൈൻഡ് ബൈ ദ UN ഓൺ ദ റൈറ്റ് ഓഫ് ചൈൽഡ് ആർ റൈറ്റ് ടു സർവൈവൽ, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഡെവലപ്മെൻറ്റ്, റൈറ്റ് ടു പാർട്ടിസിപ്പേഷൻ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് UN പ്രൊവൈഡ് ചെയ്യുന്ന 4 സെറ്റ് ഓഫ് റൈറ്റ്സ് ആണ് സർവൈവൽ, ചേർത്ത് നിൽക്കാനുള്ള അവകാശം, നമ്മളെ സംരക്ഷിക്കാനുള്ള അവകാശം, നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവകാശം, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം എന്നിങ്ങനെ 4 അവകാശങ്ങൾ UN തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്, മേജർ കൺസേൺസ്. ഈ തന്നിരിക്കുന്ന ഇൻട്രൊഡക്ടറി പാരഗ്രാഫൊക്കെ നിങ്ങൾ സ്വയം വായിച്ച് നോക്കണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിച്ച് പറയാത്ത മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് വായിച്ച് മനസ്സിലാക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം പോർഷൻസ് ഒരുപാട് പെൻഡിങ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ തീർക്കേണ്ടതായിട്ട് വരുന്നത്. മേജർ കൺസേൺസ് ഓഫ് ദ മൈനോറിറ്റി റൈറ്റ്സ് ആർ, നമ്മുടെ മൈനോറിറ്റീസിനുള്ള റൈറ്റ്സ് ആണിത്. പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഐഡൻറ്റിറ്റി മൈനോറിറ്റീസ്, ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ, ഇഫക്റ്റീവ് ആൻഡ് മീനിങ് പാർട്ടിസിപ്പേഷൻ, സർവൈവൽ, എക്സിസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി, മൈനോറിറ്റീസിൻ്റെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ മൈനോറിറ്റീസിൻ്റെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം, നോൺ ഡിസ്ക്രിമിനേഷൻ ഉള്ളത്, ഇക്വാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ എല്ലാത്തിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശവും മൈനോറിറ്റീസിനും ഉണ്ട്. അതർ റൈറ്റ്സ് ആർ ദ റൈറ്റ് ടു എൻജോയ് ദെയർ ഓൺ കൾച്ചർ, ടു പ്രിഫേഴ്സ് ആൻഡ് പ്രാക്ടീസ് ദെയർ ഓൺ റിലീജിയൻ ആൻഡ് യൂസ് ദെയർ ലാംഗ്വേജ്. അവർക്ക് അവരുടെ ഭാഷ സംസാരിക്കാനുള്ള അവകാശം, അവരുടെ കൾച്ചർ എൻജോയ് ചെയ്യാനായിട്ടുള്ള അവകാശം ഒക്കെ ഉണ്ട്. ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൾച്ചർ, റിലീജിയസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പബ്ലിക് ലൈഫ്. സാമൂഹ്യ ജീവിതം, കൾച്ചറൽ, റിലീജിയസ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും മൈനോറിറ്റീസിനും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. The right to participate in decision which affect them on the national and religion levels. നാഷണൽ റിലീജിയസ് ലെവലിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനം അത് അവരെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും അതിനകത്ത് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ദെയർ ഓൺ അസോസിയേഷൻ. അവർക്ക് അവരുടെ അസോസിയേഷൻ ഉണ്ടാക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ പീസ്ഫുൾ കോൺടാക്ട് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദെയർ ഗ്രൂപ്പ്സ് ആൻഡ് പേഴ്സണൽ ബിലോങ്ങിങ്സ് ടു അതർ മൈനോറിറ്റീസ് വിത്ത് ബോത്ത് വിതിൻ ദെയർ ഓൺ കൺട്രി ആൻഡ് അക്രോസ് സ്റ്റേറ്റ് ബോർഡേഴ്സ്. അപ്പം അവരുമായിട്ട് കോൺടാക്റ്റ്, അല്ലെങ്കിൽ ആ മൈനോറിറ്റീസിൻ്റെ അവകാശം മീൻസ് അവരുടെ ആരെങ്കിലും, അപ്പം നമ്മുടെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ കൺട്രീസിലാണെങ്കിൽ പോലും, വേറെ വേറെ കൺട്രീസ്, വേറെ വേറെ സ്റ്റേറ്റ്സിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് സംരക്ഷിക്കാൻ പറ്റും. മീൻസ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ഒരു അവകാശം കൊടുക്കാനായിട്ട് സാധിക്കും. മെയിൻലി അത് മൈനോറിറ്റീസിൻ്റെ കേസിലാണ് സംഭവിക്കുന്നത്. ബിക്കോസ് അവരെ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഒരു ബാക്കിലേക്ക് ഇപ്പം ഇല്ല, ബാക്കിലേക്ക് വിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കും ധാരാളം അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് നമ്മുടെ UN അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലെജിസ്ലേറ്റീവ് പ്രൊട്ടക്ഷൻ. The following provisions describe the elaborate mechanism established by the Constitution for the protection of the rights of SC, ST and other backward caste. SC, ST, അതർ ബാക്ക്വേർഡ് കാസ്റ്റിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശങ്ങളാണ്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC, STs ആൻഡ് അതർ ബാക്ക്വേർഡ് സെക്ഷൻസ്. പിന്നെ അവർക്കും ക്ലെയിംസ് ഓഫ് SC, ST ടു സർവീസ് ആൻഡ് പോസ്റ്റ്, അവർക്കും സർവീസ് ജോലി കിട്ടാനുള്ള അവകാശം, അൺടച്ചബിലിറ്റി അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർക്ക്, അതായത് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എഡ്യൂക്കേഷണൽ കുറച്ചുകൂടെ കൊടുക്കണം. അങ്ങനെയൊക്കെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺസ് ഓർ SC, ST ആൻഡ് ആർട്ടിക്കിൾ 15(4). റിസർവേഷൻ ഇൻ ദ മാറ്റർ ഫോർ ദ പ്രൊവിഷൻ ടു എനി ക്ലാസ് ആൻഡ് ക്ലാസസ് ഓഫ് പോസ്റ്റസ് ഇൻ ദ സർവീസസ് അണ്ടർ ദ സ്റ്റേറ്റ് ഫേവർ ഓഫ് SC, ST. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ഫേവർ ഓഫ് SC, ST ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദ ഫേവർ ഓഫ്, അവരെ എന്താ പറയുക, അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് എല്ലാത്തിലും റിസർവേഷൻസ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, ജോലി ആണെങ്കിലും ശരി, എല്ലാ കാര്യത്തിലും അവർക്കും റിസർവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അവകാശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നാഷണൽ കമ്മീഷൻസ് വരെ അവർക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. SCക്ക് പ്രത്യേകം, STക്ക് പ്രത്യേകം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും അമെൻമെൻറ്റിലൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്, ദ ബോണ്ടഡ് ലേബർ അബോളിഷൻ ആക്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, എംപ്ലോയ്മെൻറ്റ് ഓഫ് മാനുവൽ സ്കാവഞ്ചർ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഡ്രൈ ലാട്രിൻ,
Prohibition Act, the SCHs and other traditional forest developers, numerous land reforms act. അങ്ങനെ കുറേ ലെജിസ്ലേറ്റീവ് മെഷേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിസണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ജയിലിൽ കഴിയുന്ന അവർക്ക് ദ പ്രിസൺസ് ആക്ട് ഓഫ് 1894 ആക്ട് വന്നത്. This act is the first legislation regarding prison regulations in India. The following are some of the important provisions regarding prisoners' right. Prisoners' rightന് ഇത് accommodation and sanitary conditions for prisoners, provisions related to mental and physical state of prisoners, examination of prisoners by qualified medical officers. അതായത് അവർക്ക് നല്ല അക്കോമഡേഷൻസ് കൊടുക്കുക, അതുപോലെ തന്നെ സാനിറ്ററി ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുക. പിന്നെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് എപ്പോഴും അവരുടെ നല്ലതായിട്ടിരിക്കണം. മീൻസ് അവർക്ക് യാതൊരു രീതിയിലുള്ള ടോർച്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എപ്പോഴും മെഡിക്കൽ ഓഫീസേഴ്സ്, അതായത് ഡോക്ടർമാർ എപ്പോഴും അവരെ എക്സാമിൻ ചെയ്യണം. മീൻസ് റെഗുലർലി ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ പ്രിസണേഴ്സിന് നടത്തണം. അതിനുള്ള അവകാശങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയേ, സെപ്പറേഷൻ ഓഫ് പ്രിസണേഴ്സ് ഫ്രോം മെയിൽ, ഫീമെയിൽ, ക്രിമിനൽ, സിവിൽ, അങ്ങനെ അതായത് പല രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുക. മെയിൽ, ഫീമെയിൽ, ക്രിമിനൽ, സിവിൽ, അങ്ങനെ കോൺഫ്ലിക്റ്റഡ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. പ്രൊവിഷൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർ ട്രയൽ സിവിലർ പ്രിസണേഴ്സ്, പരോൾ ആൻഡ് ടെമ്പററി റിലീസ് ഓഫ് പ്രിസണേഴ്സ്. പിന്നെ അവർക്ക് പരോൾ കൊടുക്കുക, അതുപോലെ തന്നെ ടെമ്പററി റിലീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് മീൻസ് ആവശ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ പരിഗണിക്കുക. അതാണ് പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1894 പറയുന്നത്. സോറി. പിന്നെ വന്നിട്ട് ദ പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1990 ഉണ്ട്. പിന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പ്രിസണേഴ്സ് ആക്ട് 1950, ദ പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1955. ഓരോന്നിലും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അവകാശം, അത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രിസണേഴ്സ് ആക്ട് 1950 പറയുന്നത്. പിന്നെ റിമൂവൽ ഓഫ് പ്രിസണേഴ്സ് ടു എ സിവിൽ ഓർ ക്രിമിനൽ കോർട്ട് ഫോർ ഗിവിങ് എവിഡൻസ് ഓഫ് ആൻസറിങ് ദ ചാർജ് ഓഫ് ആൻ ഓഫീസർ. പിന്നെ നമ്മളതിനെ അവരെ പുറത്തേക്ക് വിടാനായിട്ടുള്ള ഒരു ഇത്, അത് 1955 ആക്ട് പ്രകാരമാണ് അത് പറയുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം ദ സോഷ്യൽ റൈറ്റ്സ് പെർസ്പെക്റ്റീവ്. അതെന്താ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്നും വേണ്ട. പിന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, റൈറ്റ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ് അവയർനെസ് ഇൻ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ ഈ ചാപ്റ്റർ തീർത്ത്, ബിക്കോസ് ഒരുപാട് പോർഷൻസ് പെൻഡിങ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക. മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ള കുറേ റൈറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, പ്രത്യേകം നമ്മൾ അല്ലാതെ തന്നെ പറഞ്ഞുതരാം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ അറിയാലോ. അപ്പം ഓരോന്നും എന്താണെന്ന് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക, പിന്നെ അതിനെ വായിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. സംശയം വരുന്ന പോർഷൻസ് ചോദിക്കുക. പിന്നെ അത്യാവശ്യം നല്ല സ്പീഡിലും ഇടയ്ക്കിടയ്ക്ക് പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടും ഒക്കെയാണ് പോർഷൻസ് തീർത്തത്. അതുകൊണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഡൗട്ട് വരുന്ന പോർഷൻസ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതിയാവും. അപ്പം താങ്ക് യു.